ഡോൺസൺ. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ മെയ് മാസത്തെ താമസിച്ചുള്ള ധ്യാനത്തിൽ ഞാൻ കൂടിയായിരുന്നു. അപ്പോൾ എനിക്ക് 16 കൊല്ലമായി ഈ സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇങ്ങനെ തടിച്ചു വരും, പിന്നെ ഇച്ചിരി വെള്ളം അതിന് ഊറ് വരും, ചൊറിച്ചിൽ. അപ്പം എപ്പോഴെങ്കിലും സ്ട്രെസ്സ് അല്ലെങ്കിൽ ഉറക്കക്കുറവ് അല്ലെങ്കിൽ പൊടി ചെളി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടായാൽ അത് അങ്ങനെ വന്നാലാണിത് വരാം അല്ലേ? അതെ അതെ അതെ. അപ്പം ഓയിൻമെൻറ്റ് തേക്കും, തൽക്കാലത്തിന് പോകും, പക്ഷെ പിന്നീടും അത് വരും. അപ്പോൾ ധ്യാനത്തിന് കൂടിക്കഴിഞ്ഞ് 3 മാസമായി. ഞാൻ ഉറക്കമില്ലാത്ത 2 ആഴ്ചയോളം ഉറക്കമില്ലാതെ, കാര്യമായിട്ട് ഉറക്കമില്ലാതെ സിറ്റുവേഷൻ ഉണ്ടായി, സ്ട്രെസ്സുള്ള സിറ്റുവേഷൻ ഉണ്ടായി, പൊടിയിലും ഒക്കെ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. എന്നിട്ടും ഇതുവരെ അത് ഉണ്ടായിട്ടില്ല. നല്ലൊരു കൈയടി കൊടുത്തേ. 16 വർഷമായിട്ടുള്ള രോഗമാണ് കേട്ടോ. 16 വർഷമായിട്ടുള്ള രോഗമാണ് മാറിക്കിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നീട് എൻ്റെ ഈ 2 വിരലുകൾക്ക് ഇച്ചിരി സ്വാധീനക്കുറവുണ്ടായിരുന്നു. 8 മാസത്തോളമായി. ഞാൻ എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും പോയില്ല. അപ്പോൾ ധ്യാനത്തിന് വരുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വിരലുകൾ, ചെറിയ വിരലുകൾക്ക് 2 സ്വാധീനം കുറവുണ്ടെങ്കിലും ഈ 2 വിരലുകൾ വെച്ച് എനിക്ക് എയർ പമ്പ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഈ കാറിൻ്റെ ടയറിൻ്റെ എയർ ഹോളിൻ്റെ ക്യാപ്പ് ഊരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ട്രൈ ചെയ്തു, തലേദിവസം ഞാൻ ട്രൈ ചെയ്തു, പറ്റിയില്ല. അപ്പം തിരിച്ചു പോയി ഞാൻ വീണ്ടും ട്രൈ ചെയ്തപ്പം പറ്റുന്നുണ്ട്. അപ്പം ഈ 2 വിരലുകൾക്ക് ഇച്ചിരി തരിപ്പും ഉണ്ടായിരുന്നു. അത് 2 ആഴ്ചത്തേക്ക് ആ തരിപ്പ് നിന്നു, പക്ഷെ അത് പിന്നീട് പോയി. ഇപ്പോൾ ആ സ്വാധീനക്കുറവ് മാറി കിട്ടി. അതെ. പിന്നെ 3ാമത് എൻ്റെ ആൻറ്റിയുടെ ഒരു സ്ഥലം വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കുറേ വർഷമായിട്ട്. അത് എൻ്റെ മദർ പ്രത്യേകമായിട്ട് ഒരു നിയമമായിട്ട് ഇവിടെ ഇട്ടിരുന്നു. എത്ര സെൻറ്റ് സ്ഥലമാണ്? അത് 30 ഏക്കറായി. ഇച്ചിരി റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. 30 ഏക്കറുണ്ട്. അതെ, വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയാണ്. മാത്രമല്ല ഇപ്പം വാങ്ങിച്ച പാർട്ടി അവർ പിന്മാറാൻ വരെ തയ്യാറായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ധ്യാനം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ന്യൂസ് വന്നു. ഇനീഷ്യലായിട്ടുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഇപ്പം അവർ തിരിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് ഫൈനലൈസ് ചെയ്യുകയാണ്. വല്ല ഉപ്പ് കൊണ്ടുവന്നിട്ട് അങ്ങനെയൊന്നും ചെയ്തോ? അവിടെ ഉപ്പിടെ അങ്ങനെയൊന്നും ചെയ്തോ? അവരത് അങ്ങനെ ചെയ്തില്ല. പ്രാർത്ഥിച്ചു, നിയോഗം എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അല്ല, നല്ലൊരു കൈയടി കൊടുത്തേ. ഇതിപ്പോൾ 2ാമത്തെ സാക്ഷിയാണ്. ഇപ്പോൾ നേരത്തെ ചെറിയൊരു സ്ഥലമാണ്, അത് ഗുണ്ടായ സ്ഥലം. അതൊരിക്കലും ഒരാൾ വാങ്ങില്ല, ഒരു വില കാണില്ല. അതാണ് ആ ചേച്ചി പറഞ്ഞ വാക്ക് തന്നെ ശ്രദ്ധിക്കുക. നല്ല വിലയ്ക്ക് വിറ്റുപോയി. കണ്ടോ? ഉപ്പ് കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദശാംശം തരാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് 30 ഏക്കർ സ്ഥലമാണ്. 30 സെൻറ്റൊന്നും അല്ല കേട്ടോ, 30 ഏക്കർ സ്ഥലം റിമോട്ട് ഏരിയയിൽ. അതാണ് ഇപ്പോൾ വിറ്റുപോയത് കേട്ടോ, നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കേട്ടോ. പ്രൈസ് ദി ലോർഡ്.